എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. MSFലെ സത്യസന്ധരായ 3 പെൺകുട്ടികളുടെ തുറന്നു പറയലിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം. ഒരു കുട്ടി ക്യാമ്പസിലേക്ക് ഫസ്റ്റ് കടന്നു വന്ന സമയത്ത് നമ്മൾ MSFന്റെ കോർഡിനേറ്റർ ആക്കി എന്നാ കുട്ടി പറയുന്നുണ്ട്. പക്ഷെ MSFൽ പ്രവർത്തിക്കാനോ ഞാൻ ഒരു MSFകാരിയോ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം GAO എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതിലെ ആശയമാണ് ഞാൻ SFIക്കാരിയായ കുട്ടിക്ക് അയച്ചത് എന്ന് വ്യക്തവും കറക്റ്റുമായിട്ട് പറയുന്നുണ്ട്. കലർപ്പറ്റ സത്യസന്ധതയുണ്ട് ഈ കുട്ടികൾക്ക്. നിർഭയരായി അവർ സത്യമാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം SFI നേതാക്കൾ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരുന്നു. നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞല്ല, പ്രവാചകൻ പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാർട്ടിന്റെ എല്ലാ ഇതും കണ്ടിട്ട് അവരെ സംഭവം ഇതെല്ലാം അറിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരിലേക്ക് ചേരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരിൽ പെട്ടവനായി. അപ്പോൾ ഇപ്പോൾ ഈ എന്താ പറയുക, ഇങ്ങനൊരു മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാൽ നീ പുറത്താവും, ഇസ്ലാമിന് പുറത്താവും. മനസ്സിലായോ? പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളെ മതമാണ് വലുത്. നമുക്ക് ഫസ്റ്റ് മതമാണ്. അള്ളയും റസൂലും പഠിപ്പിച്ചത് ഫസ്റ്റ് മതത്തിനെ സ്നേഹിക്കണം എന്നാണ്. ഈ മതമില്ലാത്ത പാർട്ടിയിൽ നീ ചേരുമ്പോൾ നീ ചിന്തിച്ചു നോക്കിയാട്ടെ. SFI പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പ് വ്യാജമല്ല എന്നാണ് MSFന്റെ സത്യസന്ധരായ പെൺകുട്ടികൾ പത്രസമ്മേളനത്തിൽ ഇന്ന് സമ്മതിച്ചത്. അതിലെ ആശയമാണ് ഞാൻ SFIക്കാരിയായ കുട്ടിക്ക് അയച്ചത് എന്ന് വ്യക്തവും കറക്റ്റുമായിട്ട് പറയുന്നുണ്ട്. ഈ ക്ലിപ്പിൽ മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകും എന്ന് മുന്നറിയിപ്പ് നൽകിയ പെൺകുട്ടിയെ തങ്ങൾ MSFന്റെ കോർഡിനേറ്റർ ആക്കിയിട്ടുണ്ട് എന്നവർ തുറന്ന് സമ്മതിച്ചു. ഒരു കുട്ടി ക്യാമ്പസിലേക്ക് ഫസ്റ്റ് കടന്നു വന്ന സമയത്ത് നമ്മൾ MSFന്റെ കോർഡിനേറ്റർ ആക്കി എന്നാ കുട്ടി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുട്ടിക്ക് ജമായത്തെ ഇസ്ലാമിയോടാണ് അനുഭാവം എന്നും അവർ പരസ്യപ്പെടുത്തി. സംഗതി ഇത്രയേ ഉള്ളൂ. കണ്ണൂർ കൃഷ്ണമേനോൻ മെമ്മോറിയൽ വിമൻസ് കോളേജിൽ SFI സ്ഥാനാർത്ഥിയായി മത്സരിച്ച പെൺകുട്ടിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് കോളേജിൽ MSFന്റെ കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തപ്പെട്ട ജമായത്തെ ഇസ്ലാമി അനുഭാവിയാണ്. മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുമെന്നാണ് ആ കുട്ടി SFIയുടെ പാനലിൽ മത്സരിക്കാൻ ഒരുങ്ങിയ കുട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയത്. SFIയുടെ പാനലിൽ മത്സരിക്കാൻ തയ്യാറാകുന്ന മുസ്ലിം കുട്ടികൾക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയൊക്കെയാണ്: ദീനിൽ നിന്ന് പോകും, നരകത്തിലെ വിറകുകൊള്ളിയാകും, അങ്ങനെ വേറെ വേർഷനുകളും ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. SFIയിൽ ചേർന്നാൽ ദീനിന്റെ പരിസരത്ത് നിന്നാണ് പോകുന്നത് എന്ന ഡയലോഗ് നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ കേട്ടിട്ടില്ലേ? ഉണ്ട്, നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ആ ഡയലോഗ് നമുക്കൊന്നുകൂടി കേൾക്കാം. CPM ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ SFIയിലും DYFIയിലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിലരൊക്കെ ചിരിക്കാണ്. ഓ, ലീഗിന് ക്ഷീണായി പോയി. ലീഗിന്റെ ആഫീസിന്റെ പരിസരത്ത് നിന്നല്ല അവർ പോകുന്നത്, അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ്. അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എന്ന് സിദ്ധാന്തിച്ചത് സാക്ഷാൽ KM ഷാജി. ആ സിദ്ധാന്തത്തിന്റെ MSF വേർഷനാണ് നാം നേരത്തെ കേട്ട വോയിസ് ക്ലിപ്പിൽ പ്രതിധ്വനിച്ചത്. അപ്പൊ ഇപ്പോ ഈ എന്താ പറയാ, ഇങ്ങനെ ഒരു മതമില്ലാത്ത പാർട്ടിയിൽ ചേർന്നാല് നീ പുറത്താവും, ഇസ്ലാമിന് പുറത്താവും. SFIയിലും DYFIയിലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ അവർ പോകുന്നത് ദീനിന്റെ പരിസരത്ത് നിന്നാണ്. SFIയിലും DYFIയിലും മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ എത്തുന്നതിനെ മതം പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് മൂത്ത ലീഗും കുട്ടി ലീഗും. ഇനി ആരാണ് ഈ KM ഷാജി? വോട്ട് പിടിക്കാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും മതവിദ്വേഷം കുത്തിച്ചെലുത്തിയ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തതിന് കയ്യോടെ പിടിക്കപ്പെട്ട് നിയമസഭാ അംഗത്വം റദ്ദാക്കപ്പെട്ട മുസ്ലിം ലീഗ് നേതാവ്. ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കാരണമായ വർഗീയ പ്രചരണത്തിന് ഉപയോഗിച്ച നോട്ടീസാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ നോട്ടീസിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ ആ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല. അന്ത്യനാളിൽ അവർ സിറാത്ത് പാലം കടക്കുകയുമില്ല. അവർ ചെകുത്താന്റെ കൂടെ അന്തിയുറങ്ങേണ്ടവരാണ്. വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള ഇലക്ഷൻ ക്യാമ്പയിനിൽ കൊടുത്ത നോട്ടീസാണിത്. അതിൽ ഉദ്ധരിച്ച് ചേർത്തിരിക്കുന്ന മറ്റൊരു ഭാഗം വിശുദ്ധ ഖുർആൻ 49-ാം അധ്യായം 6-ാം വാക്യം. ആ മുസ്ലിം ആയതാണ് ഷാജി സാഹിബിന്റെ കണ്ണിൽ എതിർ സ്ഥാനാർത്ഥിയുടെ അയോഗ്യത. അതുകൊണ്ട് അയാൾ വോട്ട് ചെയ്യരുത് എന്ന് പച്ചയ്ക്ക് നോട്ടീസ് അടിച്ച് മുസ്ലിം വീടുകളിൽ വിതരണം ചെയ്തു. ഈ നോട്ടീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചത് ഇലക്ഷൻ കമ്മീഷന്റെ സ്പെഷ്യൽ സ്ക്വാഡ്. അഴീക്കോട് മണ്ഡലത്തിലെ പള്ളിക്കുന്ന്, ചെട്ടിപ്പീടികയിലും തങ്ങൾ വയലിലും വീട് വീടാന്തരം ക്യാമ്പയിൻ നടത്തിയ കോൺഗ്രസുകാരുടെയും യൂത്ത് ലീഗുകാരുടെയും കയ്യിൽ നിന്ന്, വളപട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് NP മനോരമയുടെ വീട്ടിൽ നിന്ന്, അവിടെ നിന്നൊക്കെയാണ് ഈ നോട്ടീസുകൾ ഇലക്ഷൻ കമ്മീഷന്റെ സ്ക്വാഡ് പിടിച്ചെടുത്തത്. എന്ന് വെച്ചാൽ കണ്ണൂർ കൃഷ്ണൻ മേനോൻ മെമ്മോറിയൽ കോളേജിൽ പയറ്റിയ ഈ അടവ്, നാം നേരത്തെ കേട്ട അടവ് പുതിയതല്ല, അത് പഴയതാണ്. MSFന്റെ കുട്ടികൾ സ്വന്തമായി മെനഞ്ഞതല്ല, മൂത്ത ലീഗിന്റെ അടവ് അവർ പകർത്തിയതാണ്. മുമ്പേ ഗമിക്കുന്ന മൂരിതൻ
പിമ്പേ ഗമിക്കും കുട്ടിക്കിടാങ്ങളെല്ലാം എന്നാണല്ലോ പഴഞ്ചൊല്ല്. ഏതായാലും അഴീക്കോട്ടെ വോട്ടർമാർ 2021 തെരഞ്ഞെടുപ്പിൽ വിധി കൃത്യമായി എഴുതി. സിറാത്ത് പാലം KM ഷാജി കടക്കട്ടെ, നിയമസഭാ ഗേറ്റ് KV സുമേഷും. എന്നാൽ ഈ കണ്ടതൊന്നും വർഗീയതയല്ലെന്നാണ് മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമിയും മീഡിയ വണ്ണുമൊക്കെ ഘോരഘോരം വാദിക്കുന്നത്. ഈ വർഗീയത തുറന്നു കാണിക്കുന്നവരെ പേടിപ്പിക്കാൻ സി ദാവൂദ് ഒരു ചാപ്പ രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെയും ജമായത്തെ ഇസ്ലാമിയുടെയും വർഗീയ അജണ്ടകളെ വിമർശിക്കുന്നവർക്ക് നേരെ ആ ചാപ്പ ഉയരും. ഇടതു ഹിന്ദുത്വ എന്നാണ് ആ ചാപ്പയുടെ പേര്. ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഇടതു ഹിന്ദുത്വ എന്ന ഈ ചാപ്പ തലങ്ങും വിലങ്ങും വീശിയാൽ മതി എന്നാണ് സി ദാവൂദിന്റെ സിലബസിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ വർഗീയതയും ലീഗിന്റെ മൗദൂദി വർഗീയതയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു ഉദാഹരണം നോക്കാം. ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ കല്ലായിയുടെ ഈ പ്രസംഗം ധാരാളം വിമർശനം ഏറ്റുവാങ്ങിയതാണ്. അത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. മുൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നമ്മുടെ പിയാപ്പിളയാണ്, എന്റെ നാട്ടിൽ പിയാപ്പിളയാണ് അല്ലേ? പിയാപ്പിളൻ ആരോടോ ഭാര്യ? ഇത് വിവാഹമാണ്, വ്യഭിചാരമാണ്, സിനയാണ്. അത് പറയാൻ വേണം. മുഹമ്മദ് റിയാസിന്റെ വിവാഹം വ്യഭിചാരമാണെന്നാണ് ലീഗ് നേതാവ് കോഴിക്കോട്ട് പൊതുയോഗത്തിൽ അലറിയത്. ഇവിടെ ഇത് സംഭവിക്കുമ്പോൾ എന്താണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് എന്ന് നോക്കാം. ഹിന്ദു സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ മുസ്ലിം പുരുഷനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് അവിടെ. സ്ക്രീനിൽ കാണുന്ന ഹിന്ദു വാർത്തയിൽ പരാമർശിക്കുന്ന കേസിൽ 2 വർഷത്തെ പരിചയത്തിന് ശേഷം വിവാഹിതരായവരാണ് ഇവർ. വധുവിന്റെ മാതാവിന്റെ പരാതിയിന്മേൽ പോലീസ് വരനെയും സഹോദരനെയും അറസ്റ്റ് ചെയ്തു. വധുവിന് പറയാനുള്ളത് കോടതിയിൽ പറയാൻ അവസരം നൽകുമെന്നായിരുന്നു പോലീസ് ഏമാന്റെ ഔദാര്യം. കേരളത്തിൽ ഹിന്ദു സ്ത്രീയെ മുസ്ലിം പുരുഷൻ വിവാഹം ചെയ്തത് വ്യഭിചാരമാണെന്ന് ഒരു മുസ്ലിം ലീഗ് നേതാവ് പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നു. ഉത്തരേന്ത്യയിൽ ഹിന്ദു സ്ത്രീയെ വിവാഹം ചെയ്ത മുസ്ലിം പുരുഷനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കുന്നു. ഈ ഉത്തരേന്ത്യൻ സംഭവത്തെ വിമർശിച്ചാൽ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമായി സി ദാവൂദും മീഡിയ വണ്ണും സർട്ടിഫൈ ചെയ്യും. എന്നാൽ അബ്ദുറഹ്മാൻ കല്ലായിയെ വിമർശിച്ചാലോ ഇടതു ഹിന്ദുത്വയുടെ ചാപ്പ കിട്ടും. ഈ നമ്പരാണ് ഇപ്പോൾ MSS പ്രവർത്തകരുടെ വർഗീയ കളി തുറന്നു കാട്ടിയ SFI നേതാക്കൾക്കെതിരെ പയറ്റുന്നത്. യഥാർത്ഥത്തിൽ സിറാത്ത് പാലത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് KM ഷാജിയും സംഘവും അടിച്ചിറക്കുന്ന നോട്ടീസുകളും അബ്ദുറഹ്മാൻ കല്ലായിമാരെ പോലുള്ളവർ നടത്തുന്ന വഷളൻ വർഗീയ പ്രസംഗങ്ങളും SFI പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ മതം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പാനലിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമവുമെല്ലാം ആത്യന്തികമായി ആരെയാണ് ശക്തിപ്പെടുത്തുക? ഹിന്ദുത്വ വർഗീയ ശക്തികളെ എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? എതിർ സ്ഥാനാർത്ഥി സിറാത്ത് പാലം കടക്കാത്ത അമുസ്ലിം ആയതിനാൽ വോട്ട് കൊടുക്കരുത് എന്നാവശ്യപ്പെടുന്ന KM ഷാജിയുടെയും SFI പാനലിൽ മത്സരിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന MSFകാരുടെയും തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് മൗദൂദിയുടെ വംശീയതയാണ്, അപരമത വിദ്വേഷമാണ്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിനു ചേരുന്ന ചാപ്പ മൗദൂദി ഹിന്ദുത്വ എന്നു തന്നെയാണ്. ആത്യന്തികമായി ഹിന്ദുത്വ വർഗീയതയെ ശക്തിപ്പെടുത്തുന്ന മൗദൂദിയൻ കുത്തിത്തിരിപ്പുകൾ. ഇടതു ഹിന്ദുത്വ എന്ന സി ദാവൂദിന് പേറ്റന്റുള്ള ചാപ്പ ആരുടെയൊക്കെ മുതുകത്ത് എത്ര ആഞ്ഞാഞ്ഞടിച്ചാലും മുസ്ലിം ലീഗിന്റെ നെറ്റിയിലെ മൗദൂദി ഹിന്ദുത്വ ചാപ്പ മങ്ങാതെ മായാതെ അവിടെ തന്നെ ഇരിക്കും. സുഹൃത്തുക്കളെ, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അതുപോലെ ചാനലിന് നിങ്ങളുടെ അകമഴിഞ്ഞ സാമ്പത്തിക സഹായവും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പിന്തുണയില്ലാതെ ഈ ചാനൽ മുന്നോട്ട് പോകാനാവില്ല എന്ന സത്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. BIJU.3388 ഫെഡറൽ എന്ന UPI വിലാസത്തിലേക്കോ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്തോ സാമ്പത്തിക സഹായം നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ലതാണ്.